നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലരും ഫേസ് ചെയ്യുന്നൊരു വലിയ ഇഷ്യൂ ആണ് പൊല്യൂഷൻ സർട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലാകുന്നു. PUC പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ശരിക്കും ഈ പറയുന്നത് പോലെ പൊല്യൂഷൻ ഫെയിലായി പോകുന്നത്? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്? അതായത് പലരും പറയുന്നത് എൻ്റെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലായിപ്പോയി, എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സംശയം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് മനോജ് DI ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഓൾട്ടോ കാർ 2007 മോഡൽ കാറിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, എന്ത് കാരണം ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഓരോന്നിൻ്റെ വാല്യൂസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് വാല്യൂ ആണ് കുറഞ്ഞത്, അല്ലെങ്കിൽ ഏത് വാല്യൂ ആണ് കൂടി നിൽക്കുന്നതെന്ന് നോക്കണം. കുറഞ്ഞത് പിന്നെ പ്രശ്നമില്ല, നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. പക്ഷേ കൂടി നിൽക്കുന്ന ഏതാണെന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. പലപ്പോഴും കാർബറേറ്റർ വാഹനം യൂസ് ചെയ്യുന്ന പലർക്കും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അതിനൊരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ദിവസത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നേക്കാം. കാർബറേറ്റർ വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ പറഞ്ഞു തന്നേക്കാം. ഏതായാലും ഇതിൻ്റെ ബാക്കി നമുക്ക് വരാം. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആകുന്നത്? നമുക്കറിയാം, HC എന്ന് പറയുന്ന ഒരെണ്ണം നമ്മൾ കണ്ടിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊല്യൂഷൻ്റെ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക. HC കണ്ടിട്ടുണ്ടായിരിക്കും. ഹൈഡ്രോ കാർബൺസ്, CO കാർബൺ മൊണോക്സൈഡ്, പിന്നെ വരുന്ന NOx എന്ന് പറയുന്ന NOx വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 3-4 ഘടകങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതിൻ്റെ ഒരു ലെവല് കൂടി വരുമ്പോഴാണ് നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിനായിട്ട് നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തല പോയിക്കുന്നതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഓട്ടം കുറവുള്ള വാഹനമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓട്ടം ഇല്ലാത്തൊരു വാഹനമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററും ഫ്യൂവൽ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും ഈ പറയുന്ന പോലെ എൻജിൻ ഓയിലിൻ്റെ ഫിൽറ്ററും, ഇത്രയും കാര്യങ്ങൾ മാറിവിടുക. ഓയിൽ മാറുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാറുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരു 10 അല്ല 15 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രം ഈ ഓയിൽ മാറുക. മാറിയതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ചിട്ട് ആ ഓയിൽ ഒഴിച്ച് ഉടനെ തന്നെ കൊണ്ടുപോയി പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യല് ഫെയിലായി പോകും. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10-30 കിലോമീറ്റർ, അതായത് ഒരു 30 കിലോമീറ്റർ എങ്കിലും ഈ വാഹനം ഓടിയിരിക്കണം. പുതിയ ഓയിൽ ഒഴിച്ച് ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറിയതിന് ശേഷം 30 കിലോമീറ്റർ ഈ വാഹനം ഓടിയതിന് ശേഷമാണ് നിങ്ങൾ കൊണ്ടുപോയി പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതായത് പൊല്യൂഷൻ പാസ്സാകുന്നതായിരിക്കും. പക്ഷേ ഓയിലൊക്കെ മാറ്റി ഓടിക്കൊണ്ട് ചെന്ന് പൊല്യൂഷൻ്റെ ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഫെയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, അത് മറന്നു പോകരുത്. ഇനി അടുത്ത കാര്യം, അതായത് ഇനി നമുക്ക് ഓരോന്നും എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഹൈഡ്രോ കാർബൺ കൂടണമെന്നുണ്ടെങ്കിൽ, അതായത് HC എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ കൂടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനിൽ മിസ്ഫയറിങ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട്, അതായത് മുഴുവനായിട്ടുള്ള ഫ്യൂവൽ കത്തിപ്പോകുന്നില്ലെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രോബ്ലം വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്പാർക്ക് പ്ലഗ് ഫുള്ളായിട്ട് കത്തിക്കുന്നില്ല, കാർബണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലുണ്ട്, പ്ലഗ് ചെയ്യുന്ന കറണ്ട് ചിലപ്പോൾ ഇതിലോട്ട് ചെന്ന് കത്തുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു മിസ്ഫയറിങ് ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്യൂവലിൻ്റെ അളവ് നേരെ നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിലോട്ട് ചെല്ലും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫ്യൂവലും കൂടെ ചെല്ലുമ്പോഴാണ് ഹൈഡ്രോ കാർബൺസ് വരുന്നത്. അത് ഇഗ്നീഷൻ സിസ്റ്റത്തിന്, അതായത് കറണ്ട് കൊടുക്കുന്ന സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് ഇത് വരും. EGR പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഇത് വരും. കാറ്റലറ്റിക് കൺവേർട്ടറിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കും. അപ്പം ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ, ഇനിയിപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പിസ്റ്റൺ റിങ്സിന് പ്രശ്നം വന്നാൽ പോലും ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കും. അത് വളരെ റെയർ കേസാണ്, അതിലും കാണിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി CO കാർബൺ മൊണോക്സൈഡ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്താണ് ചെയ്യുന്നത്, ഫ്യൂവലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അവിടെ സ്പ്രേ നടക്കുന്നില്ല, അല്ലെങ്കിൽ സ്പ്രേ ആകാനുള്ള സാഹചര്യം ഒക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, അതിനകത്ത് പെട്രോൾ തുള്ളിയായിട്ടാണ് വീഴുന്നതെങ്കിൽ, എന്തെങ്കിലും രീതിക്ക് അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ അവിടെ ലീക്ക് വന്നിട്ട് തുള്ളിയായിട്ട് ഇതിനകത്ത് വീഴുന്നുണ്ടെങ്കിൽ അതും അൺബേൺഡ് ഫ്യൂവലായിട്ട് പുറത്തോട്ട് പോകും. അങ്ങനെ അൺബേൺഡ് ഫ്യൂവലായിട്ട് പോയാലും കാർബൺ മൊണോക്സൈഡിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഫുള്ളായിട്ട് ബേൺ ആകാതെ വരുന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കാർബൺ മൊണോക്സൈഡിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. O2 സെൻസർ, ഓക്സിജൻ സെൻസർ തെറ്റാണ്, അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ടുള്ള റീഡിംഗ് അല്ല കൊടുക്കുന്നതെങ്കിലും ഇതിലോട്ട് കൊടുക്കുന്ന ഫ്യൂവൽ സപ്ലൈ കൂടും. അങ്ങനെ വന്നാലും കാർബൺ മൊണോക്സൈഡ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അന്നേരം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഞ്ചക്ടർ ചെക്ക് ചെയ്തോണം. അതായത് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിന് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് നടന്നില്ലെങ്കിലാണ് ഓരോ ഘട്ടങ്ങളായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കേണ്ടത്. ഫ്യൂവലിൻ്റെ പ്രഷർ കൃത്യമായിട്ടുള്ള രീതിക്ക് ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ ഫ്യൂവൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ് കൃത്യമായിട്ടുള്ള ഫ്യൂവൽ പ്രഷർ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നതിന് പകരം തുള്ളിയായിട്ട് വീണാലും ഈ പറഞ്ഞ പ്രശ്നം കാണിക്കും. ചാർക്കോൾ കാനിസ്റ്ററിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതിൻ്റെ PCV വാൽവ്, പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷനിൽ വരുന്ന
പെർജ് കൺട്രോൾ വാൽവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം കാണിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി നോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷവാതകം എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാം അത് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് വരാനുള്ള പ്രധാന കാര്യം എന്നാന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. അതായത് പ്രോപ്പർ കൂളിംഗ് സിസ്റ്റം, അതായത് കൂളിംഗ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരുന്ന സമയത്ത് എഞ്ചിൻ ഒരു പരിധിയിൽ കൂടുതൽ ഹീറ്റ് ആകുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കും. O2 സെൻസറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കുന്നതായിരിക്കും. ഓവർ ഹീറ്റിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ റേഡിയേറ്റർ ഫാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാതെ വന്ന് കൂളൻ്റ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എഞ്ചിൻ കൂളൻ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എഞ്ചിൻ കൂളൻ്റ് മാറാതെയൊക്കെ പോയി എഞ്ചിൻ്റെ കൂളൻ്റ് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ സർക്കുലേഷൻ നടക്കാതെ വന്ന് എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിലും നോക്സ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കും. ഈ ഒരു നോക്സ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ എഞ്ചിൻ നോക്കിംഗ് ഉണ്ടാകുന്ന സമയത്താണ് NOx ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത്. അൺബേൺഡ് ഗ്യാസസും ഒരു വലിയൊരു പ്രശ്നമാണ്, ഹീറ്റും വലിയൊരു പ്രശ്നമാണ്. അതായത് സെൽഫ് ഇഗ്നൈറ്റ് ആകുന്ന ഒരു ഹീറ്റ് ആയി പോകുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കി ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനം പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആകത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. സർവീസ് പ്രോപ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല.